എക്സിറ്റ് പോൾ സർവേയിൽ തീർത്തും അവിശ്വസനീയവും ഒരുപക്ഷെ അസംഭാവ്യവും എന്ന് തോന്നാവുന്ന ഒന്നാണ് കേരളത്തിൽ NDA അക്കൗണ്ട് തുറക്കും എന്ന് പറയുന്നത്. അതിൽ പല സർവേയും 1 പറയുന്നുണ്ട്, ചില സർവേ 1-3 പറയുന്നുണ്ട്, ചില സർവേ 2 പറയുന്നുണ്ട്. ഏതായാലും അങ്ങനെ പറയുമ്പോൾ നമുക്ക് പറയാം, ഇവിടെ ഏറെ ചർച്ച ചെയ്യപ്പെട്ട 2 മണ്ഡലങ്ങൾ, ഒന്ന് തൃശ്ശൂരും ഒന്ന് തിരുവനന്തപുരവുമാണ്. മൂന്നാമത്തെ ഏതാണെന്ന് നമുക്കറിയില്ല. മൂന്നാമത്തെ മണ്ഡലത്തെക്കുറിച്ച് ഇവർ ഏത് മണ്ഡലത്തെക്കുറിച്ച് പറയണമെന്നറിയില്ല. ഒരു പക്ഷേ ഇതിലൊരു തകരാറ് സംഭവിക്കാൻ സാധ്യതയുള്ളത് കേരളത്തിലെ മൊത്തം വോട്ട് എടുത്തിട്ടാണ് ഇവർ ഡിവൈഡ് ചെയ്യുന്നത്. അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഇതിനെ വിഭജിക്കുന്നത്, അല്ലാണ്ട് കേരളത്തിൽ ഓരോ മണ്ഡലത്തിലെയും റിസൾട്ട് അല്ല അവരെടുക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ വോട്ട് പെർസെൻറ്റേജ് വെച്ച് NDAക്ക് 3 കിട്ടും എന്ന് പറയുന്നത് 3 സീറ്റ് കിട്ടാൻ വേണ്ട വോട്ട് പെർസെൻറ്റേജ് അവർക്ക് ഉണ്ടാവും. പക്ഷേ 3 സീറ്റ് അവർക്ക് കിട്ടിക്കൊള്ളുന്നില്ല. കേരളത്തിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലം വെച്ച് ഏറ്റവും കൂടുതൽ സാധ്യതയുണ്ട് എന്ന് ABP സർവേ പറയുന്നത് തൃശ്ശൂരാണ്. തൃശ്ശൂർ സുരേഷ് ഗോപി ജയിക്കും എന്ന് തന്നെയാണ് അവരുടെ സർവേ പറയുന്നത്. 3 സീറ്റ് കിട്ടണമെങ്കിൽ തൃശ്ശൂരും തിരുവനന്തപുരവും തീർച്ചയായും അതിലുണ്ടാവണം. ഇതുവരെയുള്ള കണക്കുകൾ വെച്ച് ആദ്യത്തെ ചാൻസ് തൃശ്ശൂർ തന്നെയാണ് എന്നാണ് നമ്മൾ വിലയിരുത്തുന്നത്. BJPക്ക് ഏതെങ്കിലും ഒരു സീറ്റ് കിട്ടുകയാണെങ്കിൽ ആ സീറ്റ് തൃശ്ശൂർ കിട്ടുന്നുവെങ്കിൽ അതിന് പലതരത്തിലുള്ള കാരണങ്ങളുണ്ട് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഏറ്റവും പ്രധാനം എനിക്ക് തോന്നുന്നത് BJP കേരളത്തിൽ പ്രധാനമന്ത്രി പലതവണ വന്നു, പലതവണ ആവശ്യപ്പെട്ടു. കേന്ദ്രം എന്തായാലും മോഡി ഭരിക്കും എന്നൊരു തോന്നൽ പൊതുവായി ഒരു മധ്യവർഗ മലയാളിക്ക് ഉണ്ട്. അങ്ങനെ ഉണ്ടാവുമ്പോൾ സുരേഷ് ഗോപി ജയിച്ചാൽ ഒരു കേന്ദ്രമന്ത്രിയാവുമെന്നും താൻ ജയിച്ചാൽ ഏതൊക്കെ വകുപ്പ് താൻ കൈകാര്യം ചെയ്യുമെന്നും ഒക്കെ പറയുന്ന അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 5-6 വകുപ്പ് അദ്ദേഹം കണക്കാക്കി വെച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഏതായാലും അല്ല, ഇതൊക്കെ നമ്മുടെ പല നേതാക്കന്മാരും പറഞ്ഞിട്ടുണ്ട്. ഇതിനു മുമ്പും ഞാൻ പറയുന്നത്, ഇതിനു മുമ്പും കേരളത്തിൽ കഴിഞ്ഞ 2019 കേരളത്തിൽ NDA സീറ്റ് നേടും എന്ന് ദേശീയ സർവേകൾ പലതും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവസാനം വോട്ടെണ്ണി കഴിയുമ്പോൾ ഉണ്ടാവാറില്ല. അതാണ് നമുക്ക് കിട്ടുന്ന ഒരു അനുഭവം. അങ്ങനെ വരുമ്പോൾ തൃശ്ശൂരാണ് ജയിക്കുന്നതെങ്കിൽ അതിനുള്ള ഒരു പ്രധാന കാരണം എനിക്ക് തോന്നുന്നത്, ഇപ്പോൾ LDFന്റെ കരുവന്നൂർ പോലെയുള്ള വിഷയങ്ങൾ വലിയ തോതിൽ തൃശ്ശൂർ മണ്ഡലത്തിലാണ്. ഞാൻ ജനിച്ചു വളർന്ന ഇരിങ്ങാലക്കുട അസംബ്ലി മണ്ഡലത്തിലെ കരുവന്നൂരിലാണ് സംഭവിച്ചത്. അതുകൊണ്ട് അത് ജനങ്ങളെ വല്ലാതെ വെറുപ്പിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, അതിൽ സുരേഷ് ഗോപി ജയിക്കുകയാണെങ്കിൽ അവർക്ക് പൈസ മടക്കി കിട്ടും എന്നൊരു തോന്നൽ അവർക്കുണ്ട്. കേന്ദ്ര സർക്കാർ പിടിച്ചു കൊടുക്കും എന്ന തോന്നൽ പോലും അവിടെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അതിനെതിരെ UDF വേണ്ടത്ര ശക്തമായി പ്രതികരിച്ചില്ല എന്ന വിശ്വാസമോടെ ജനങ്ങൾക്കുണ്ട്. അവിടുത്തെ ലോക്കൽ ആളുകളിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കിയത് അതാണ്. UDF കരുവന്നൂർ വിഷയത്തിൽ വലിയ ശക്തമായി പ്രതികരിച്ചില്ല. മറിച്ച് സുരേഷ് ഗോപിയും BJPയും ശക്തമായി ആ വിഷയം ഏറ്റെടുക്കുകയും മുമ്പോട്ട് കൊണ്ടുപോവുകയും ചെയ്തു. അതിൻ്റെ ഒരു ഫലം ഒരുപക്ഷെ ഇതിൽ കിട്ടിയേക്കാം. മറ്റൊന്ന്, ഇവിടെ കേരളത്തിലെ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചില കേസുകളുമായി ബന്ധപ്പെട്ട് ചില ചർച്ചകളുണ്ട്. അതൊന്നും ഇപ്പൊ നമുക്ക് പറയാൻ പറ്റില്ല. വോട്ടിന്റെ നില വന്നാലേ പറയാൻ പറ്റൂ. LDFലെ ഒരു വിഭാഗം വോട്ട് BJPക്ക് കൊടുക്കാം എന്ന ഉറപ്പിലാണ് പല കേസുകളും പെൻഡിങ് വച്ചിരിക്കുന്നത് എന്നാണ് നമ്മൾ വാർത്തകളിൽ കേൾക്കുന്നത്. അല്ലെങ്കിൽ കരക്കമ്പി നമ്മൾ പറയില്ലേ, ഗ്രേപ്പ് വൈൻ, അങ്ങനെ കേൾക്കുന്നത്. അത് ശരിയാണോ എന്നറിയില്ല. അതൊക്കെ അറിയണമെങ്കിൽ നമുക്ക് വോട്ട് കഴിഞ്ഞ് ഓരോ മണ്ഡലത്തിലും 3 മുന്നണികൾ എങ്ങനെ വോട്ട് പിടിച്ചു എന്നൊക്കെ അറിയേണ്ടി വരും. ആര് വോട്ട് മറിച്ചു എന്നറിയേണ്ടി വരും. അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവും. തൃശ്ശൂർ ഏതെങ്കിലും മണ്ഡലത്തിൽ LDF അതിൻ്റെ വോട്ട് മറച്ചു പോകും. ഈ സംശയം പലരും മുമ്പ് ഉന്നയിച്ചിട്ടുണ്ട്. കാരണം ഇപ്പോൾ CV വർഗീസ് എന്ന് പറയുന്ന CPM ജില്ലാ സെക്രട്ടറിയെ 10-12 ദിവസമാണ് ED ചോദ്യം ചെയ്തത്. അവസാനം നമ്മൾ കേട്ട ഒരു തമാശ, ഒരു പാൻ കാർഡ് നമ്പർ തെറ്റി കൊടുത്തതിന്റെ ഫലമാണ് ED 12 ദിവസം ചോദ്യം ചെയ്തതെന്ന് എനിക്ക് അതുവരെ മനസ്സിലായിട്ടില്ല. ഒരു ബാങ്ക് അക്കൗണ്ടിൽ നമ്മളൊരു പാൻ കാർഡ് നമ്പർ തെറ്റി കൊടുത്താൽ ആകെ ചെയ്യാവുന്നത് പാൻ കാർഡ് കൊണ്ടുപോയി ആ നമ്പർ കറക്റ്റ് ചെയ്യാം. അതിൽ എന്തെങ്കിലും തട്ടിപ്പ് നടത്തിയെങ്കിൽ അത് കണ്ടുപിടിക്കാം. പക്ഷേ വേറൊരാളുടെ പാൻ കാർഡിൽ നമുക്ക് അക്കൗണ്ട് തുടങ്ങാൻ പറ്റില്ല. ഇത് ഈ പാൻ കാർഡിനോട് ഉടമസ്ഥൻ ഉണ്ടല്ലോ, ആ ഉടമസ്ഥൻ കംപ്ലൈന്റ് ചെയ്യല്ലോ, ഇത് എന്റെ പാൻ കാർഡാണ്, നിങ്ങൾ ഇങ്ങനെ ഇവിടെ അക്കൗണ്ട് തുടങ്ങിയെന്ന് ചോദിക്കും. അപ്പോൾ പാർട്ടി അക്കൗണ്ട് ആണെങ്കിൽ. അപ്പോൾ 12 ദിവസം CV വർഗീസിനെ അവിടെ ED ചോദ്യം ചെയ്തുവെങ്കിൽ, EDയെ കുറിച്ച് പൊതുവെ പറയുന്നത് മോഡിയുടെ ഇലക്ഷൻ ഡിപ്പാർട്ട്മെന്റ് എന്നാണ്. പലയിടത്തും ED എത്ര ശക്തമായി ഇടപെട്ടുണ്ട്, പ്രവർത്തിച്ചിട്ടുണ്ട് നമുക്കറിയാം. അരവിന്ദ് കെജ്രിവാൾ അടക്കമുള്ള ആളുകളുടെ കാര്യം. അപ്പോൾ അങ്ങനെ ഒരു സമ്മർദ്ദം ചെലുത്തി ഏതെങ്കിലും തരത്തിൽ വോട്ട് മറച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് കണ്ടെത്തേണ്ടി വരും. തിരുവനന്തപുരത്തെ വിഷയത്തിലാണെങ്കിൽ എനിക്ക്
തൃശ്ശൂരിനേക്കാൾ ഉറപ്പാണ് അവിടെ BJP ജയിക്കില്ല എന്നുള്ളത്. താമര വിരിയാൻ സാധ്യതയില്ല എന്നുള്ളത്. ഇനി തൃശ്ശൂരിൽ പറഞ്ഞതുപോലെ നല്ലൊരു മധ്യവർഗമുള്ള സ്ഥലമാണ് തിരുവനന്തപുരം. ഈ മധ്യവർഗ വിഭാഗം രാജീവ് ചന്ദ്രശേഖർ മന്ത്രിയാണ്, ജയിച്ചാൽ വീണ്ടും മന്ത്രിയാവും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു നറേറ്റീവ് നമ്മുടെ നാട്ടിലുള്ളത് മോഡി എന്തായാലും തിരിച്ച് അധികാരത്തിൽ വരും എന്നുള്ളതാണ്. അതിൽ പ്രത്യേകിച്ച് LDF പോലും മോഡി വരില്ല എന്നൊരിക്കലും പറഞ്ഞിട്ടില്ല. കോൺഗ്രസ് ആണ് പിന്നെയും പറഞ്ഞിട്ടുള്ളത് മോഡി പരാജയപ്പെടുന്നു. LDF ഒരിക്കലും മോഡി അധികാരത്തിൽ വരില്ല എന്ന് പറഞ്ഞിട്ടില്ല. അതൊരു ടോണാണ്. എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ജയിപ്പിച്ചു വിടുന്ന ആളുകൾ പ്രതിപക്ഷത്തിരിക്കാൻ ശക്തരായ ആളുകൾ വേണം എന്നാണ് LDF പറഞ്ഞത്. അപ്പോ എന്ന് പറഞ്ഞാൽ പൊതുവെ LDF വോട്ടർമാരിലും LDFന്റെ ഒരു മീഡിയം അനുകൂല വോട്ടർമാരിൽ കുറെ പേർക്കെങ്കിലും മധ്യവർഗത്തിൽപ്പെടുന്ന ആളുകൾ, പ്രത്യേകിച്ച് തിരുവനന്തപുരത്തെ ഈ സർവീസ് മേഖലയിൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് വലിയ പ്രാമുഖ്യമുള്ള സ്ഥലമാണ്, അത്തരം ഇടങ്ങളിൽ ഉണ്ടാവാം. പിന്നെ മാത്രമല്ല, സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് വലിയ തരത്തിലുള്ള ദോഷം LDF ഗവൺമെന്റിൽ നിന്നുണ്ടായിട്ടുണ്ട്. അവരുടെ പല ആനുകൂല്യങ്ങളും വെട്ടിപ്പിടിച്ചിട്ടുണ്ട്, DA കുറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഏറ്റവും ഒടുവിൽ വാർത്ത വരുന്നത് അവരുടെ പെൻഷൻ പോലും കൊടുക്കാൻ പ്രൊവിഡന്റ് ഫണ്ട് ഗ്രാറ്റുവിറ്റി ഒക്കെ പിടിക്കാൻ സാധ്യതയുണ്ട് എന്നൊക്കെയാണ്. എന്ന് പറഞ്ഞാൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു അതൃപ്തി ഉണ്ടായിരുന്നു. തീർച്ചയായും ആ മധ്യവർഗത്തിന്റെ അതൃപ്തി BJPക്ക് അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖരന് അനുകൂലമായി വോട്ടായിട്ടുണ്ടോ എന്ന് പഠിക്കേണ്ടതുണ്ട്. പക്ഷെ അതിനെ മറികടക്കുന്ന തരത്തിൽ അവിടെ കോൺഗ്രസ് വോട്ട് പിടിക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഏറ്റവും പ്രധാന സാധ്യത തൃശ്ശൂരിനാണ്. തിരുവനന്തപുരത്തിന് രണ്ടാമത്തെ സാധ്യതയാണ്. മൂന്നാമത്തത് ഏതാന്നുള്ളത് സർവേക്കാരോട് തന്നെ ചോദിക്കണം, നമുക്കറിയില്ല.